ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 29ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമൊക്കെയായി മൈൻക്രാഫ്റ്റിൽ കയറിയിട്ട്. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ ചെയ്ത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്ന് പറന്ന് വന്ന് മോബ് ഫാമിൻ്റെ മേലൊന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇവിടെ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ വുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പൊട്ടിച്ചു മാറ്റി. അത് പൊട്ടിച്ചു മാറ്റിയതല്ല, TNT വെച്ച് പൊട്ടിച്ച് ഇവിടുത്തെ ഈ മലയും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കി വരുന്ന വുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വെച്ച് കത്തിച്ച് കളഞ്ഞ്. പിന്നെ നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞ എപ്പിസോഡിൽ. നല്ല വർക്കിംഗ് ഒക്കെയാണ്. നമ്മൾ മൈനിങ്ങിന് പോകുന്നതായിട്ട് നല്ലത് ഇത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റംസൊക്കെ കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സുഖം എന്തായാലും ഇത് തന്നെയാണ്. ഇവിടുന്ന് നല്ല മൈൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ഐറ്റംസ് ഒപ്പിക്കാനും നമുക്ക് പറ്റും. ഈ പെട്ടി പറഞ്ഞ് നമുക്ക് സ്റ്റോണോ അതോ കോബിൾ സ്റ്റോണോ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൽ നിർത്താൽ മതി. മഴയും പെയ്ത് അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു എൻചാൻറ്റിങ് സെക്ഷനാണ് ഉണ്ടാക്കാൻ പോണതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളെ വില്ലേജസൊക്കെ വിച്ചായി പോവും. ഇവിടെ ലൈറ്റിംഗ് റോഡൊന്നും വെക്കാത്തതാണ്. മേലെയുള്ളത് സ്ലാബ് ആയതുകൊണ്ട് അവന്മാർക്ക് ഇടിമിന്നൽ ഏൽക്കും. പിന്നെ ഇവന്മാരാണുള്ളത്. ഇവന്മാർക്ക് ഇപ്പോൾ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അയ്യോ, അപ്പോൾ പെട്ടെന്ന് പോയിക്കൊണ്ട് നമുക്ക് ഉറങ്ങി വെച്ചിട്ട് വരാം. മേലെ ഭാഗത്ത് വില്ലേജസിൽ നിന്ന് പോയി നോക്കട്ടെ. ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വില്ലേജസൊന്നും വിച്ചായിട്ടൊന്നുമില്ല. നമുക്കെന്തായാലും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ലൈറ്റ് റോഡൊന്ന് വെക്കണം, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ വിച്ചാവും. ഈ ഭാഗത്ത് വലിയ രീതിക്ക് ഉണ്ടായിരുന്ന മലയും കാര്യങ്ങളൊക്കെ ഞാൻ TNT വെച്ച് പൊട്ടിച്ച് മാറ്റി. അപ്പോൾ തന്നെ ഈ ഭാഗത്തൊരു ചെറിയ ബോർഡറും കൊടുത്തിരിക്കണ്. ഇതൊരു ഐലൻഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം അങ്ങനെ മുറിച്ചിട്ടിരിക്കണം ചെറുതായിട്ട്. അപ്പോൾ നമുക്കിതൊരു ഐലൻഡായി കിട്ടും. അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ് അങ്ങനെ. അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വെച്ച് കത്തിച്ച് കളഞ്ഞ് ആണ് നമുക്കൊന്നുകൂടി സുഖമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ മരങ്ങളും കത്തിച്ച് കളഞ്ഞ് കുറച്ച് മരങ്ങൾ ഇങ്ങനെ എയറിൽ നിൽക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് കളയണം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു എൻചാൻറ്റിങ് സെഷനാണ് റെഡിയാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഒന്ന് എൻഡിൽ വരെ പോകണം, അതുപോലെ തന്നെ നെതറിലും ഒന്ന് പോകണം. അതിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ഇൻവെൻറ്ററി ഒക്കെ നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കണേ. ഇനി കുറച്ചുകൂടി റോക്കറ്റ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ ആവശ്യത്തിനുള്ള റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ട് ബാറിൽ നമുക്ക് ലെവൽ 1 റോക്കറ്റ് വെക്കാം. ഇതിനധികം പവർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നെതറിൽ പറക്കാനൊക്കെ ഇതാണ് സുഖം ഒന്നുകൂടി. അങ്ങനെ ഈ ബിൽഡ് ചെയ്താൽ നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് കയറാൻ പോണത്. നമുക്കിനി ഈ ഏരിയയും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അവിടുത്തെ പോലെ തന്നെ ബിൽഡും കാര്യങ്ങളും ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് ബ്ലേസ് റോഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു നെതർ ഫോർട്രസ് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ പോണത്. നെതറിൽ ഞാൻ അധികം കയറാത്തതുകൊണ്ട് അധിക ഭാഗങ്ങളൊന്നും ഇവിടുത്തെ അറിയില്ല. എന്നാലും നമ്മൾ പണ്ട് പോയെന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകാൻ പോണത്. നമുക്കതിന് ഫോർട്രസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പണ്ട് വന്ന അതേ ഫോർട്രസ് തന്നെയാണിത്. നമ്മൾ എൻ്റെക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലേസ് റോഡ് അയ്യോ 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 ഭാഗ്യമുണ്ട്. 2 ആർട്ടുണ്ട്, 1 ആർട്ടായി. ഇനി എന്തായാലും നമുക്ക് ഹെൽത്ത് കൂടിയിട്ട് പോവാം, അല്ലെങ്കിൽ അവിടെ മരണം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. നമുക്കിനി മെല്ലെ പോയി നോക്കാം. നമ്മളെ ഹെൽത്തൊക്കെ എന്തായാലും ഫുള്ളായിട്ടുണ്ട്. ഇവിടെ സ്പോണർ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കോളും. പക്ഷേ ഇവന്മാർ ഇവിടുന്ന് ഇങ്ങനെ പറന്ന് പോവും, ആണ് പ്രശ്നം വരിക. ഇതിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ ഇവന്മാരൊക്കെ ഇവിടുന്ന് പോവും, ആണ് പ്രശ്നം. അടുത്ത സ്പോണായി, പക്ഷേ ഒരുത്തന്നെ ഉള്ളൂ. ഇവനൊന്ന് തീർക്കട്ടെ. അവന് ബ്ലേസ് റോഡ് തന്നിട്ടുണ്ട്. അടുത്ത 2 ആൾക്കാരോട് സ്പോൺ ആയിട്ടുണ്ട്. ഇവന്മാരോട് തീർക്കട്ടെ. നമുക്ക് ഫയർ റെസിസ്റ്റൻ്റ് പോഷനും കൂടി ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നാലും നമുക്ക് ഈ ഡാമേജ് എടുക്കണമെന്നുകൂടി കുറഞ്ഞ് കിട്ടിയെന്ന്. നമുക്കിപ്പോൾ തന്നെ 9 കിട്ടി. നമുക്ക് കുറച്ചധികം കൊണ്ടുപോവാം. നമുക്ക് ബ്ലേസ് റോഡ് നമുക്ക് ഫ്യൂലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അകത്തുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആവും. നമുക്കിവിടെ ഒക്കെ ഒന്ന് ചുറ്റി നോക്കണം. അകത്തുള്ള ഇതിൽ സ്പോണർ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ FK നിന്നാൽ മതി. ഈ ഫോർട്രസ് നല്ല വലിപ്പമുണ്ട്. ഏകദേശം ഒരു 2 ഫോർട്രസിൻ്റെ വലിപ്പം ഉണ്ടാവും ഇത്. നമ്മളിപ്പോൾ ഒരു അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കി. നെതറിലുള്ള എല്ലാ ഭാഗത്തിലും പോയിൻ്റ് ചെയ്യണത്. എന്തായാലും ഇരിക്കട്ടെ കഴിക്കാൻ. ഈ ഭാഗത്ത് നെതർ വാട്ടർ ഇരിക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കളക്ട് ചെയ്യാം. നമുക്ക് പോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എന്തായാലും യൂസ് ആവും. പിന്നെ നമുക്ക് ഈ സോൾ സാൻഡും കൂടി എടുക്കാം, ഇത് നട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാരോട് ഇവനെ ഇവന്മാരെ കൊണ്ട് അന്ന് ഡ്രോപ്പ് ചെയ്തൊന്നുമില്ല. നമുക്ക് ഈ ഭാഗത്തെ സോൾ സാൻഡും കൂടി ഒന്ന് കളക്ട് ചെയ്യാം.
ഇതാരെ വഴിയിൽ നിൽക്കണേ. നമുക്ക് ബ്ലേസ് റോഡ് കൊണ്ടുപോകുന്ന കൂടെ ഇവന്മാരെയും കൂടി തട്ടാം. 2 എണ്ണമായി. ഇനി ഇത് 4 ഉണ്ടാവും. അയ്യോ എടാ ഏയ് അയ്യോ ജീവൻ കിട്ടിയതിന് വലിയ കിട്ടല്. ഇവിടെ നിന്നൊക്കെ മരിച്ചാൽ എങ്ങനെ ഐറ്റംസ് ഒന്നും എടുക്കുക? നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ തന്നെ എന്തായാലും ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇവ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇവനെ ഇവിടെ നിന്ന് തീർക്കാൻ പറ്റും. അവനെ തീർത്തിട്ടുണ്ട്. നമ്മളൊന്നാമത് നമ്മളെ ചെസ്റ്റ് പ്ലേറ്റ് വിട്ടിട്ടില്ലായിരുന്നു. എലക്ട്രി ആയിരുന്നു നമ്മളെ തോളത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാവും നമുക്ക് ഡാമേജ് എല്ലാം വന്നത്. ഇവന്മാരൊന്ന് പെട്ടെന്ന് ഞാൻ കളക്ട് ചെയ്യട്ടെ. നമ്മൾ പണ്ട് വന്നിരുന്ന സ്പോണറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാൻ പറ്റും. ഇവന്മാരെന്ത് സ്പോണാകത്ത്? നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പോൺ ആയിക്കോളും. നമ്മൾ ഈ ഏരിയ കുറേയൊക്കെ ക്ലീൻ ആക്കി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സ്പോൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലേസ് റോഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചധികം ബ്ലേസ് റോഡ് ഒപ്പിക്കട്ടെ. നമുക്കങ്ങനെ ആവശ്യത്തിനുള്ള ബ്ലേസ് റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2.5 സ്റ്റാക്കോളം ബ്ലേസ് റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ ബേസിലേക്ക് പോവാം. വെളിയിലല്ല മഴയുണ്ട്, അതുപോലെ തന്നെ ഇരുട്ടുമാണ്. നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മളെ ഇൻവെൻറ്ററി ഒക്കെ ഫുള്ളായി നിൽക്കുകയാണ്. ഈ ഭാഗത്ത് കുറേ പെട്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഇതിലേക്ക് വെക്കാം. ഈ പെട്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം ഇവിടെ. എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റോറേജ് റെഡിയാക്കി എടുക്കണം. എന്തായാലും തൽക്കാലം ഐറ്റംസൊക്കെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി കൈക്കൊക്കെ എടുക്കാം. ഇൻവെൻറ്ററി ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം സാൻഡിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ തന്നെ ഗ്രാവലും വേണം. അത് നമ്മളിവിടെ അടുത്ത് തന്നെ ഈ പുഴൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയാണ്. സാൻഡ് നമുക്ക് നല്ല രീതിക്ക് ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഗ്രാവൽ അത്ര ആവശ്യമില്ല. സാൻഡ് നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ കൂടി ആവശ്യം ഉണ്ടായതുകൊണ്ടാണ്. ഇനി നമുക്ക് കിട്ടിയ സാൻഡൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗ്ലാസിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ഈ ഫർണസിൻ്റെ മേലെ ഒരു ഹോപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ സാൻഡ് വെക്കാം. നമ്മൾ പിന്നെ ഒരു സ്റ്റാക്ക് കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്ലാസ് ആയിരുന്നു പിന്നെ പെട്ടെന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബ്ലാക്ക് കളർ ഗ്ലാസിൻ്റെ ആവശ്യമാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ഡൈ ഒപ്പിക്കണം. അതിന് ഇവന്മാരെ തീർത്താൽ മതി. ഇവിടെ കുറച്ചധികം സ്ക്വിഡ് ഉണ്ട്. പെട്ടെന്ന് തന്നെ സ്പോൺ ആവുന്നുണ്ട് ഇവന്മാരെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവന്മാരെ ഒപ്പിക്കാൻ പറ്റും. 2 ആൾക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് 8 എണ്ണം കിട്ടി. അത് പെട്ടെന്ന് കിട്ടിക്കോളും. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഒപ്പിക്കട്ടെ. ഇപ്പോൾ ടൈം നല്ല രീതിക്ക് ഇരുട്ടായിട്ടുണ്ട്. ഇവനെ കൂടി തീർത്താൽ നമുക്ക് ഒരു സ്റ്റാക്ക് കിട്ടി. നമുക്ക് അതിനെ മതി ഇപ്പോൾ തൽക്കാലത്തിന്. നമുക്ക് ഇനി വേഗം വീട്ടിൽ പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. നമുക്കൊരു ടോട്ടൽ എടുത്ത് കൈക്ക് പിടിക്കാം. നമ്മളെ കയ്യിലിപ്പോൾ വേറെ ഒന്നുമില്ല, ഷീൽഡും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും കൈക്കരിക്കട്ടെ. നമ്മളെ ഗ്ലാസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൽ 24 അതുപോലെ തന്നെ ഇതിലൊരു 34 ഉണ്ട്. പിന്നെ പെട്ടിക്കകത്ത് കുറച്ചും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് ഡൈ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ 24 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റൗണ്ട് ആക്കിയാണ്ട് 25 ആക്കി വെക്കാം. ഇനി നമുക്ക് ഗ്ലാസ് ക്രാഫ്റ്റ് ചെയ്യാം. അതന്നെ 1.5 സ്റ്റാക്കോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ചുകൂടി ആവശ്യം വരും. അപ്പോൾ കുറച്ചുകൂടി ക്രാഫ്റ്റ് ചെയ്യണം. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 4 ഫർണസ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ഗ്ലാസ് ആക്കിയതിൻ്റെ ശേഷം ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ നിറഞ്ഞു തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ച് മാറ്റണം. ഇതെല്ലാതും ഇതിലിരിക്കട്ടെ. നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് ആയിക്കോളും. ഫ്യൂവലിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊക്കെ വുഡ് വെച്ച് കൊടുക്കാം. നമ്മളെ കയ്യിൽ കോള് കുറവാണ്. അവിടെ നമ്മൾ വുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ കൂടുതൽ വുഡാണുള്ളത്. ഗ്ലാസ് ആവണതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ അയണൊക്കെ കൊണ്ടുപോയിക്കൊണ്ടൊന്ന് ട്രേഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് എൻഡർബിൾ വാങ്ങണം. അതിന് വേണ്ടിയിട്ടാണ് എമറാൾഡ് കളക്ട് ചെയ്യണത്. പിന്നെ നമ്മൾ അയണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എമറാൾഡ് ആക്കി വെക്കാം. അതാണ് നല്ലത്. നമുക്ക് കുറച്ചുകൂടി ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് കളർ ഗ്ലാസ് ആക്കി വെക്കാം. അത് ഏകദേശം നമുക്കൊരു 5 സ്റ്റാക്കിന് മേലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെ വില്ലേജ് ബ്രീഡറിൻ്റെ ഇടയിൽ 2 വില്ലേജസ് ഉണ്ട്. നമുക്ക് എൻഡർബിളൊക്കെ തരുന്ന ട്രേഡ് വെക്കുന്ന ആൾക്കാർ. അവന്മാരൊന്ന് അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. നമുക്ക് ഈ പെട്ടി ഈ ഭാഗത്ത് വെക്കാം. ഇനി ഇതിൽ നിന്ന് ഐറ്റംസ് നമുക്ക് കൈക്കൊക്കെ എടുക്കാം. റോട്ടം ബ്ലഷ് നമുക്ക് വിറ്റ് എമറാൾഡാക്കി മാറ്റി വെക്കാം. ഇവന് ഞാൻ അടുത്ത ലെവലിലേക്ക് അപ്ഗ്രേഡ് ആയിക്കോളും. അതുപോലെ തന്നെ ഒരാളും കൂടി ഉണ്ട്. അവനക്ക് നമുക്ക് ഈ റോട്ടം ബ്ലഷ് ഒന്ന് ട്രേഡ് ചെയ്തെടുക്കാം. ഇവൻ്റെ കയ്യിൽ നമ്മൾ ട്രേഡ് ചെയ്ത്, പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ അപ്ഗ്രേഡ് ആവണില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് ഇവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കാം.
ഇത് വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ അവൻ അപ്ഗ്രേഡ് ആയിക്കോളും. അതങ്ങനെ നമ്മൾ 5 വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു പാർട്ടികൾ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ അടുത്ത ട്രേഡൊക്കെ ആയിട്ടുണ്ടാവും. എൻട്രപ്പിൾ 4 എമറാൾഡ് എൻട്രപ്പിൾ വിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും വാങ്ങി വെക്കാം. കുറച്ചുകൂടി നമുക്ക് വാങ്ങി വെക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള എമറാൾഡ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവൻ ലോക്ക് ചെയ്യണ വരെ നമുക്ക് എൻട്രപ്പിൾ വാങ്ങി വെക്കാം. ഇവൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ കയ്യിലിപ്പോൾ 12 ഉണ്ട്. അതുതന്നെ നമുക്ക് മതിയാവും. ഇനി നമ്മൾ കയ്യിലുള്ള ഗ്ലാസ്സൊക്കെ നമുക്ക് ഈ പെട്ടിയിൽ കൊടുത്ത് വെക്കാം. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റംസൊക്കെ വെക്കാൻ പോണത്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ബ്ലേസ് റോഡ് എടുക്കാം. നമുക്ക് കുറച്ച് IO-ഫെൻഡർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് എൻ്റെ പോർട്ടൽ ഒന്നുകൂടി കണ്ടുപിടിക്കണം. ഫസ്റ്റത്തെ IO-ഫെൻഡർ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഈ ഒരു ഏരിയക്കകത്താണ് അപ്പോൾ പോർട്ടലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് പോകണം. എന്തായാലും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറന്ന് പോയി നോക്കാം. നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരെ താഴെ ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ നമുക്കും നേരെ ഇനി താഴെ ഭാഗത്തേക്ക് മൈൻ ചെയ്ത് പോയാൽ മതി. നമ്മളങ്ങനെ പോർട്ടലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഇതിലേക്ക് എടുത്ത് ചാടി കൊടുക്കാം. നമ്മൾ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോർട്ടലൊന്ന് കണ്ടുപിടിക്കണം. നമുക്കങ്ങനെ പോർട്ടൽ കിട്ടിയിട്ടുണ്ട്. ഏരിയക്കകത്തുണ്ട്. നേരെ പറന്ന് കയറി കൊടുക്കുക. നമ്മൾ കറക്റ്റിന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഈ സാധനമാണ് ആവശ്യമുള്ളത്. ഇതിൽ പേര് മറന്നുപോയി. ഒന്ന് ആദ്യം എടുത്ത് നോക്കട്ടെ. ഇതൊന്ന് പൊട്ടിച്ചെടുക്കണം. ഈ സംഭവമാണ് നമുക്ക് ആവശ്യമുള്ളത്. പുതിയ റെസിപ്പിയൊക്കെ നമുക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. കോർക്സ് ഫ്രൂട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചധികം ഒന്ന് കളക്ട് ചെയ്യട്ടെ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇതിമുള്ള ഈ ലൈറ്റ് എത്തുന്ന ഈ സംഭവം തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കട്ടെ. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് പ്ലേസ് ചെയ്തതുപോലെയാണ്. പക്ഷേ ഈ ചെടിമ നിൽക്കുന്ന വ്യത്യാസമുണ്ട്. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ കൈക്കന്നെ ഇരിക്കട്ടെ. അത് കുറച്ചും കൂടി കളക്ട് ചെയ്യട്ടെ. അതങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. അതിന് പെട്ടിയിലെടുത്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്ലവറും നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബേസിക്ക് പോവാം. അറിയാതെ ഒരുത്തൻ്റെ കണ്ണിൽ നോക്കി പെട്ടെന്ന് തന്നെ എടുത്ത് ചേട്ടെ. നമ്മൾ ഇവിടെ എത്താൻ കാരണം ഞാൻ വരുന്ന വഴിക്ക് ഒരു ബെഡ് ഉണ്ടാക്കി നൈറ്റ് സ്കിപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ബെഡ് പൊട്ടിച്ച് മാറ്റുകയും ചെയ്ത്. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്പോൺ ആയത്. ഇനി നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം. പക്ഷെ കുറച്ച് ലോങ് ആണ്. നമ്മളങ്ങനെ ബേസിലെത്തിയിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കിട്ടിയ കോറസ് ഫ്രൂട്ടൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഇതൊന്ന് സ്മെൽറ്റായി കിട്ടണം. അപ്പോൾ അതൊന്ന് ഇവിടെ നിന്ന് റെഡി ആവട്ടെ. നമുക്ക് എൻഡ് റോഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോറസ് ഫ്രൂട്ടും അതുപോലെ തന്നെ ബ്ലേസ് റോഡും നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 29 ഏകദേശം 30 ആയിട്ടുണ്ട്. രണ്ടും നമ്മൾ എടുക്കുകയാണ്. ഈ ഭാഗത്ത് കുറച്ചുകൂടി ഫർണസ് നമ്മൾ വെച്ചിട്ടുണ്ട്. നേരത്തെ സാൻഡ് സ്മെൽറ്റ് ചെയ്ത പോലെ തന്നെ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഏറെയുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം വന്ന് ഈ പെട്ടി തുറന്ന് നമുക്ക് ഐറ്റംസ് കൈക്കൊക്കെ എടുക്കാം. ബ്ലേസ് റോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡ് റോഡ് ക്രാഫ്റ്റ് ചെയ്യാം. അത് കുറച്ച് അധികം തന്നെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി കിട്ടിയ എൻഡ് റോഡൊക്കെ നമുക്ക് ഈ പെട്ടിക്കകത്ത് തന്നെ വെക്കാം. ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നാലും നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ ബ്രിക്കും അതുപോലെ തന്നെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഇതിനൊന്നും പേടിക്കേണ്ട ഞാൻ ഒരു ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഒന്ന് സുഖമായിട്ട് നിന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഐറ്റംസ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ കുറച്ചധികം നേരമായി നിൽക്കൽ തുടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിന് ഏറെയുള്ള ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് എടുക്കാം. നൈറ്റായി തുടങ്ങി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. നമുക്ക് ഐറ്റംസൊക്കെ ഈ പെട്ടിയിലെടുത്ത് വെക്കാം. ഇനി നമുക്ക് ബ്ലാക്ക് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാൻഡും അതുപോലെ തന്നെ ഗ്രാവലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒപ്പിക്കട്ടെ. നമ്മൾ സാൻഡും അതുപോലെ തന്നെ ഗ്രാവലും നമ്മൾ കുറച്ചധികം തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതന്നെ നമുക്ക് ആവശ്യത്തിന് ഏറെയുള്ളത് ഉണ്ടാവും. പിന്നെ നമുക്ക് ഇനി ആവശ്യമുള്ളത് ബ്ലാക്ക് കളർ ഡൈ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് സ്ക്വിഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. നമ്മൾ കുറച്ചും കൂടി ഗ്രാവൽ ഒപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ സാൻഡിന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നൈറ്റായി തുടങ്ങി. നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് സ്ക്വിഡിനെ ഒപ്പിക്കാൻ ഇറങ്ങാം. ഇവന്മാർ ഇവിടെ പെട്ടെന്ന് സ്പോൺ ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ തന്നെ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കൈക്കൊക്കെ എടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് കോൺക്രീറ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആദ്യം ഡൈ ക്രാഫ്റ്റ് ചെയ്യാം. ഡൈ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺക്രീറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അതും അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലാക്കി വെക്കണം. എന്നാലാണ് ഇത് കോൺക്രീറ്റ് ആക്കി കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് പൗഡറാണ്. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇവിടെ നിന്ന് കൊടുത്താൽ മതി. നമ്മൾ ഐറ്റംസ് ഇങ്ങനെ
പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ പുറത്തേക്ക് തെറിച്ച് പോയതുണ്ട്, അതൊക്കെ കൂടി ഒന്ന് കളക്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കിതൊന്നും പെട്ടിയിലാക്കി വെക്കാം. ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബുക്കിൻ്റെ ആവശ്യമുണ്ട്. അതിന് നമുക്ക് ലെതറും വേണം. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലെതർ ഒപ്പിക്കട്ടെ. പെട്ടെന്ന് തന്നെ ലെതർ ഇവിടുന്ന് കിട്ടിക്കോളും. ആവശ്യത്തിനുള്ള ലെതർ ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് എടുക്കാം. ഇതിലുള്ള എല്ലാ ലെതറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കെയിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ ആവശ്യത്തിന് ഏറെ ഷുഗർ കെയിൻ ഉണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തത്തിലാണ് എടുക്കാം. നമ്മളെ കൈ എന്തായാലും ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ടൊക്കെയാണ് പേപ്പറാക്കി എടുക്കാം. ഫസ്റ്റ് ടൈം നമ്മളെ കയ്യിലുള്ള ഷുഗർ കെയിനെ പേപ്പറാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടിയ പേപ്പറും അതുപോലെ തന്നെ ലെതറും വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ ബുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചധികം ബുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 19 കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളെ കയ്യിൽ വുഡ് കുറവായിട്ട് കുറച്ച് വുഡ് ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള വുഡും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബുക്ക് ഷെൽഫ് ക്രാഫ്റ്റ് ചെയ്യാം. അതങ്ങനെ 28 കൂടി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 47 കിട്ടി നമുക്ക്. അത് ആവശ്യത്തിലേറെ നമ്മളെ കയ്യിലുണ്ട്. ഇനി നമുക്കൊരു എൻജാനി ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. നമുക്കൊരു ബുക്കിൻ്റെ കൂടി കുറവുണ്ട്, അത് ഇതിലുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എൻജാനി ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. അതും അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻജാനി സെക്ഷൻ്റെ ബിൽഡ് നമ്മൾ ഈ ഒരു ഏരിയയ്ക്കത്താണ് ചെയ്യാൻ പോണത്. നമ്മൾ ഷുഗർകെയിൻ ഫാമിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബ്ലോക്ക് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയ്ക്കത്തുനിന്ന് ഒരു 11 ബ്ലോക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു 11 ബ്ലോക്ക്. അതുപോലെ തന്നെ സൈഡൊക്കെ ഒരു 8 ബ്ലോക്ക് അതന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തത്തെ ബ്ലോക്കൊക്കെ മാറ്റം വേണം. അതുപോലെ തന്നെ താഴത്തേക്ക് ഒരു 20 ബ്ലോക്ക് മൈൻ ചെയ്യണം. അതങ്ങനെ നമ്മൾ ടോട്ടലി മൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ബ്ലാക്ക് കോൺക്രീറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമായിട്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഗ്ലോ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അവന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അവന്മാരെ ട്രേഡ് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 6 ഉള്ളത്. ഇനി കുറച്ചും കൂടി നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. അതങ്ങനെ രണ്ടാളെ കൈക്കൊന്നും നമുക്ക് 25 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് അതന്നെ മതി. ഇനി നമുക്ക് കുറച്ച് കാർപ്പറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വൂള് ഇതിൽ നിന്ന് വന്നെടുക്കാം. ഇനി നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ബ്ലോക്ക് സ്കിപ്പ് ചെയ്ത് കൊണ്ട് നമുക്ക് ലൈറ്റ് വെക്കണം എല്ലാ ഭാഗത്തും, താഴെ ഭാഗത്ത്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. 2 ബ്ലോക്ക് ഉള്ളത് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. ഒറ്റ ബ്ലോക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യണുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബ്ലോക്കിലും നമ്മൾ ലൈറ്റ് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ ബ്ലാക്ക് കളർ കാർപ്പറ്റ് എല്ലാ ഭാഗത്തും നമ്മളൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തുനിന്ന് കാർപ്പറ്റ് വെക്കണം. നമ്മളങ്ങനെ എല്ലാ ഭാഗത്തും കാർപ്പറ്റ് വെച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാർപ്പറ്റ് ഒന്ന് മാറ്റി പിടിച്ചതിന് ശേഷം നമുക്ക് എല്ലാ ബ്ലോക്കിലൊന്ന് കോൺക്രീറ്റ് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ വെക്കാൻ പറ്റുന്നില്ല, കാർപ്പറ്റ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ സൈഡത്തെ കാർപ്പറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ നല്ലപോലെ നിൽക്കില്ല. ഇനി നമുക്ക് 4 സൈഡിലും ഇതുപോലെ കോൺക്രീറ്റ് വെച്ച് കൊടുക്കണം. ഇത് നമുക്ക് മേലെ വരെ എത്തിക്കണം ഇതുപോലെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ. അതതിൻ്റെ മേലെ വരെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് ബ്ലോക്കൊക്കെ പോയതുണ്ട്, അതൊക്കെ ഒന്ന് വെച്ച് ഫില്ല് ചെയ്യട്ടെ. നമുക്കിത് ഫുൾ ആവശ്യം വന്നിട്ടില്ല, നമ്മൾ കുറച്ച് ഭാഗത്ത് ഇത് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കോൺക്രീറ്റൊക്കെ ഈ പെട്ടിയിൽ തന്നെ കൊടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് എൻഡ് റോഡും അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സും എടുക്കണം. ഇനി അത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് എൻഡ് റോഡും അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സും എടുക്കണം. അതെടുത്തിട്ടുണ്ട്. അയ്യോ, ഹാഫ് ആർട്ടുള്ളൂ. നമുക്ക് ഇവിടുത്തെ മാറി നിന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അവനെ അടിച്ചിടും. വെറുതെ ഒരു ടോട്ടം പൊട്ടിക്കണ്ട. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് ഇറങ്ങിയതിന് ശേഷം എൻഡ് റോഡ് വെക്കണം. എൻഡ് റോഡ് വെക്കേണ്ടത് വെച്ചാൽ കറക്റ്റിന് വെക്കൊന്നും വേണ്ട, നമുക്കിങ്ങനെ പരത്തി വെച്ചാൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ വെക്കുക. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ വെക്കണത്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഞാൻ തിരിച്ച് മേൽക്കന്നെ വന്നിട്ടുണ്ട്. ഇനി കറക്റ്റിന് ഒരു എൻഡ് റോഡിൻ്റെ മേൽക്കന്നെ നമ്മൾ എടുത്ത് ചാടണം. ഈ എൻഡ് റോഡിൻ്റെ മേലായിട്ട് നമുക്ക് ഗ്ലാസ് വെക്കണം. ഗ്ലാസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മേലത്തെ ബ്ലോക്കിലാണ് ഗ്ലാസ് വെക്കേണ്ടത്, താഴത്തെ ബ്ലോക്കത്തെ ഗ്ലാസ് നമുക്ക് എന്തായാലും പൊട്ടിച്ച് മാറ്റണം. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് മഴയും പെയ്ത് എൻഡ് റോഡിൻ്റെ മേലായിട്ടാണ് നമുക്ക് ഗ്ലാസ് വെക്കേണ്ടത്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തുനിന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ലെയർ ഇങ്ങനെ വെക്കണം. ഇനി നമ്മൾ വെച്ച ഗ്ലാസിൻ്റെ മേലായിട്ട് ഇതുപോലെ എൻഡ് റോഡ് ഒന്നുകൂടി വെക്കണം. ഇതും നേരത്തെ പോലെ തന്നെ സിമെട്രിക് ഇല്ലാത്ത രീതിയിലാണ് വെക്കേണ്ടത്. നമുക്ക് വീണ്ടും എൻഡ് റോഡിൻ്റെ മേലെ നമുക്ക് ഗ്ലാസ് വെക്കാം. ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് മേലെ വരെ എത്തിക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഫുള്ള് ഗ്ലാസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ഗ്ലാസ് കൂടി ഒന്ന് പൊട്ടിച്ച് മാറ്റുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഔട്ട് കിട്ടും. കാണാനൊക്കെ നല്ല ഒരു ഭംഗിയുണ്ട്. നമ്മൾ ഇതിൻ്റെ മേലെയാണ് എൻജാനിങ് സെക്ഷൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇനി നമുക്ക് എൻജാനിങ് ടേബിൾ ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചുകൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റോറും നമുക്ക് ബുക്ക് ഷെൽഫും വെക്കണം. അതൊന്ന് വെക്കട്ടെ. അതന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിലൊന്നല്ല വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ച് മാറ്റേണ്ടി വരും ബിൽഡ് ചെയ്യുമ്പോൾ. ഞാനിപ്പോൾ തൽക്കാലത്തിന് വെച്ചതാണ്. നമുക്ക് സ്പിയർ ഒന്ന് എൻജാൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു സ്പിയർ ക്രാഫ്റ്റ് ചെയ്യാം. 2 സ്പിയർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻജാൻറ്റിങ് ഒന്ന് കൊടുത്തു നോക്കാം ഏതൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കട്ടെ. നമുക്ക് ലെവൽ 3ൽ നമുക്ക് ലഞ്ച് 3 കിട്ടുന്നുണ്ട്. അതിൽ കൂടെ എന്തെങ്കിലും വരുമോ നോക്കണം. അൺബ്രേക്കിങ് ലഞ്ച് തന്നെ ഉള്ളൂ. നമുക്ക് ഒരു സ്പിയറും കൂടി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് 3 ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പാറി നടക്കാൻ പറ്റും. ഒരു ചെറിയ ബൂസ്റ്റ് തരും ഇത്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ചാടി നടക്കാൻ പറ്റിയാലും നമുക്കൊരു പ്രശ്നമുള്ളത് വെച്ചാൽ നമ്മൾ അങ്കർ ബാർ പെട്ടെന്ന് കുറയും. നമ്മളിപ്പോൾ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചാടിയാൽ ഇപ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങി. ഒരു അങ്കർ ബാർ കുറഞ്ഞ് 2 എണ്ണം കുറഞ്ഞ് അടുത്തിൽ 2 എണ്ണം പിന്നെയും കുറഞ്ഞ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അങ്കർ ബാർ കഴിയും ആണ് പ്രശ്നം. നമ്മൾ അങ്കർ ബാർ പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിന്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ കയ്യിൽ അധികം ഫുഡ് ഉണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റീഫിൽ ചെയ്യാൻ പറ്റും. നമ്മളെ കയ്യിൽ ഒരു സ്പിയറും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഇന്ന് എൻജോയ് ചെയ്തെടുക്കാം. ഇതിൽ ഷാർപ്പ്നെസ് കാണിക്കണ്ടേ? ഇതിൽ വേറെ ഏതെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. ഇതിൽ നോക്ക് ബാക്കും അതുപോലെ തന്നെ ഷാർപ്പ്നെസ്സും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. അത് തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 10, ഇങ്ങനെ നോക്കുമ്പോൾ 12 ലെവലുണ്ട്. നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി OP ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എൻജോയിനിങ് ചേർക്കാൻ പറ്റും. അതും കൂടി നമുക്ക് ആഡ് ചെയ്യണം. നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മോബിനൊക്കെ തീർക്കാൻ പറ്റും. നല്ല ഡാമേജ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഇത്രയും പവർ ഉണ്ട്. നമുക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ എൻജോയിനിങ് ഒക്കെ ചേർക്കാൻ പറ്റും. നമുക്ക് ഈ കുതിരയ്ക്ക് എത്ര ഹാർട്ട് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ കുതിരയ്ക്ക് 11 ഹാർട്ട് ഉണ്ട്. നമുക്ക് ഇവനൊന്ന് കൊന്നു നോക്കാം. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഇവൻ മരിക്കുമെന്ന് നോക്കാം. മേലേക്ക് പറക്കണം. നമുക്ക് പറ്റണോളത്തോളം അത്ര സ്പീഡിൽ വരണം. എന്നാലാണ് നല്ല രീതിക്ക് വർക്കാവുള്ളൂ. ഇനി കറക്റ്റിന് ഇടയിൽ ഒരു കുതിരനെ ഒറ്റയടിക്ക് കൊന്ന് 11 ഹാർട്ട് ഉണ്ടായിരുന്നു ആ കുതിരക്ക്. അപ്പോൾ സ്പിയർ നല്ല എപ്പിക് ആയിട്ടാണ്. മോബിനൊക്കെ കൊല്ലാനൊക്കെ പെട്ടെന്ന് പറ്റുന്നൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രീതിക്ക് യൂസ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ചുകൂടി എൻജോയിങ് ചേർക്കാണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് ഫയർ ആസ്പെക്റ്റ് നമുക്ക് വാങ്ങാം. അടുത്ത ബുക്ക് മെൻഡിങ് ലൂട്ടിങ് കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ CP നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങിയ ബുക്കൊക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. അതന്നെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൂട്ടിങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ലൂട്ടിങ് ചേർത്ത് അതുപോലെ തന്നെ നമ്മൾ ഫയർ ആസ്പെക്റ്റും കൂടി ചേർക്കുന്നുണ്ട്. പക്ഷേ CP ഇതിൽ വർക്കാവണില്ല. നമ്മൾ ഈ ബുക്കിൽ CP ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് വരുന്നില്ല. ഇനി നമുക്ക് മെൻഡിങ് ആണ് ചേർക്കാനുള്ളത്. പക്ഷേ മെൻഡിങ്ങിനുള്ള SP നമ്മുടെ കയ്യിലില്ല. 9 SP വേണം. നമ്മളെ കയ്യിൽ 6 ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി SP നമുക്ക് ഒപ്പിക്കണം. അതായത് നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെൻഡിങ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിഡിലെ ഒരു സ്പിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോഡും അതുപോലെ തന്നെ സ്പിയറും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇനി നമ്മൾ സ്പിയറിൽ ഷാർപ്പ്നെസ് 5 ചേർത്ത് കൊടുക്കുക. നമ്മളിൽ 4 ആണ് ഇപ്പോൾ ഉള്ളത്. അതും അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സാധനം കൂടി എൻജോയ് ചെയ്യാണ്ട് നമ്മളെ ട്രൈഡൻ്റ് ആണ്. ഇത് കുറച്ച് ദിവസമായി ഇതിൽ ഇരിക്കൽ തുടങ്ങിയിട്ട് ഇത് നമുക്ക് എൻജോയ് ചെയ്തെടുക്കണം. നമുക്കിനി ട്രൈഡൻറ്റ് കൊടുത്തു നോക്കാം. നമുക്ക് ഏത് ട്രൈഡാണ് കിട്ടണമെന്ന് നോക്കണം. ചാനലാണ് കിട്ടുന്നത്. അതിനായിട്ട് നല്ല ട്രൈഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതാണ് ഒന്നുകൂടി ബെറ്റർ. അപ്പോൾ ആ ട്രൈഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത സാധനം ക്രാഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 2 സോഡ് ക്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആ ചാനലിലുള്ള ട്രേഡൊന്നും മാറി കിട്ടിക്കോളും. ഇനി ഇത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ലോയൽറ്റി കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ട്രേഡാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ SP ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി SP പെട്ടെന്ന് ഒപ്പിക്കണം. അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള SP കിട്ടിയിട്ടുണ്ട്. ഇനി ഇവന്മാരും കൂടി ഒന്ന് തീർത്താൽ മതി. നമുക്ക് 31 ലെവലായിക്കോളും. നമുക്ക് 31 ലെവലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഇനി ട്രേഡിൻ്റെ ഒന്ന് നമുക്ക് എൻജോയ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ലോയൽറ്റി മാത്രമാണോ കിട്ടുന്നതെന്ന് നോക്കണം. നമുക്ക് ഇപ്രാവശ്യം ലോയൽറ്റി മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒഴിവാക്കി കളയാം. ലോയൽറ്റി നല്ലൊരു എൻജോയിങ് തന്നെയാണ്. നമ്മളിതിങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. വലിച്ചെറിഞ്ഞാലും നമ്മുടെ കൈക്ക് തന്നെ തിരിച്ച് വന്നോളും. പക്ഷേ ഇതിന് വേറെ എൻജോയിങ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കണത്. നമുക്ക് അടുത്തത് ഏതാ കിട്ടുമെന്ന് നോക്കണം. പിന്നെ ട്രൈഡൻറ്റ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ കറക്റ്റിന് എറിയുന്ന സ്ഥലത്തേക്കൊന്നുമല്ല പോയി വീകണത്. എന്നാൽ ആ ആടിൻ്റെ മേത്തേക്കാണ് കൊള്ളിക്കാൻ നോക്കണത്. പക്ഷേ ഒറ്റൊന്നും കൊള്ളുന്നില്ല. അതാണ് പ്രശ്നം.
കറക്റ്റിന് ആട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോലും അനങ്ങണില്ല. എന്നിട്ടും ഞാൻ കൊള്ളിക്കണില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കിട്ടി. അങ്ങനെ നമ്മൾ ട്രേഡിൻ്റെ വെച്ചൊരു മോബിനെ കൊന്നിട്ടുണ്ട്. ഒരു ഗ്രെയിൻ സ്റ്റോൺ ഉണ്ടാക്കി വിടുന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇനി നമുക്ക് ഇതിലത്തെ എൻജാനിങ് ഒന്ന് ഒഴിവാക്കി കളയണം. ഇനി ഒന്നും കൂടി നമുക്ക് കൊടുത്ത് നോക്കാം. ഇപ്പോഴും ലോയൽറ്റി 3 കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ട്രേഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് 28 ലെവലുള്ളൂ ഇപ്പോൾ നമ്മുടെ കയ്യിൽ. ഒരു 30 ലെവലാക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ആക്കട്ടെ. അങ്ങനെ നമ്മൾ പിന്നെയും 30 ലെവലാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നോക്കട്ടെ ഏതാ ട്രേഡ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോയൽറ്റി കാണിക്കുന്നുണ്ട്. അയ്യോ, ഇപ്പോൾ തന്നെ മിക്ക എല്ലാ എൻജിനിങ്ങും നമുക്ക് കിട്ടി. ലോയൽറ്റി, ചാനലിങ്, ഇംബാലിങ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നല്ല ടോപ്പ് സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇത്ര അധികമൊന്നും കിട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും കിട്ടുന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു മെൻഡിങ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ തന്നെ ഇതിലൊരു മെൻഡിങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ മെൻഡിങ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അയ്യോ, സ്പിയറല്ല, ട്രൈഡൻ്റ് എടുക്കട്ടെ. ഇനി മെൻഡിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുമായി. ഇനി നമുക്ക് ഇത് പൊട്ടിപ്പോലുള്ള പേടി ഇല്ല. എന്നാലും ഞാൻ കയ്യിലധികം കൊണ്ടുനടക്കണില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഇടിമിന്നലുണ്ടാകുമ്പോൾ കുറച്ച് മോബിൻ്റെ ഹെഡ് ഒപ്പിക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇത് എടുത്തുകൊണ്ടുവരാം. ക്രീപ്പറിന് വെച്ചിട്ട് കുറച്ച് മോബിൻ്റെ ഹെഡ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതൊന്ന് കളക്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊരു ബിൽഡാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഐറ്റംസ് നമുക്ക് കളക്ട് ചെയ്യാണ്ട്. അപ്പോൾ എന്നും നമ്മൾ ചെയ്യണ പോലെ തന്നെ ഇവിടെ ചെസ്റ്റ് കൊടുന്ന് വെക്കാം. അതുപോലെ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഇതിൽ കൊടുന്ന് വെക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐറ്റംസ് എടുത്തുകൊണ്ടിരുന്നൊന്നും കാണിക്കണില്ല. പെട്ടെന്ന് തന്നെ ഐറ്റംസ് റെഡി ആകട്ടെ. അപ്പോൾ നമ്മൾ 3 ഐറ്റംസ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കൈക്കൊക്കെ എടുക്കാം. എന്നിട്ട് നമുക്ക് ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബിൽഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ബിൽഡ് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാ സൈഡിലും ഇതുപോലെ സ്റ്റെയർ ഇങ്ങനെ വെക്കണം. അങ്ങനെ വെച്ചിട്ടുണ്ട്. മഴയും പെയ്തു തുടങ്ങി. ഇനി നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങിച്ചിട്ട് വരാം. നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ലാൻഡ് തന്നെയാണ് വെക്കാനുള്ളത്. അത് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചെടുക്കണം. ഈ വാൾസിൻ്റെ മേലെ ഇങ്ങനെ 2 വെച്ച് കൊടുക്കുക എൻട്രൻസിൽ. അല്ലെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് മാറ്റാം. അപ്പോഴാണ് ഒന്നുകൂടി രസമുള്ളത്. ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്നുകൂടി രസമുള്ളത്. ഇനി നമുക്ക് ഫെൻസ് വെച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ചുറ്റോറും നമുക്ക് ഫെൻസ് വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ സ്റ്റെയർ വെച്ച പോലെ തന്നെ നമുക്ക് ഫെൻസും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ 2 സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സാണ് വെക്കാനുള്ളത്. ഇത് നമുക്ക് ഈ ഡോറിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഒരു സൈഡിലാണ് നമുക്ക് വെക്കാനുള്ളത്. അയ്യോ, ഇടിമിന്നലല്ലേ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇത് സാധാരണ മഴയല്ല, തണ്ടർസ്റ്റോമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിക്കാണ്ട് നമ്മളെ ട്രൈഡൻ്റ് എടുത്തുകൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് കുറച്ച് മോബിൻ്റെ ഹെഡ് ഒപ്പിക്കാണ്ട് നമുക്ക് കുറച്ച് ക്രീപ്പറിന് ഒപ്പിച്ചതിൻ്റെ ശേഷം ചാർജർ ക്രീപ്പർ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഹെഡ് ഒപ്പിക്കാം. ഞാൻ അതിനെ ട്രൈഡൻ്റ് എടുത്തുകൊണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കിവന്മാരും കയറി വന്ന് നല്ല ഇടിമിന്നലുണ്ട്. അന്നെന്തോ നല്ല ഭാഗ്യമുണ്ട്. ട്രൈഡൻ്റ് നമ്മൾ എൻജോയ് ചെയ്ത ടൈമിൽ തന്നെ കറക്റ്റിന് മഴ കിട്ടി. ഇവനെ കൊല്ലൂ. ഇനി നമുക്ക് ക്രീപ്പറിനെ ഒപ്പിക്കണം. അപ്പോൾ അവന്മാരൊന്ന് തപ്പട്ടെ. ഒരു ക്രീപ്പർ ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇവനെ ചാർജർ ക്രീപ്പർ ആക്കാം നമുക്ക്. അവനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവന്മാരെ നല്ല രീതിക്ക് നമുക്ക് സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒടുക്കത്തെ ഡാമേജാണ് നമുക്ക് തരിക ഇവന്മാർ. നെതറൈറ്റ് ആണെങ്കിലും ഇവന്മാർ നമ്മളെ കൊല്ലും തോന്നുന്നുണ്ട്. നമുക്ക് ആ സ്കെൽറ്റൻ്റെ അടുത്തേക്ക് എങ്ങനെയും കൊണ്ടുപോകാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ സ്കെൽറ്റൻ്റെ ഹെഡ് നമുക്ക് ഒപ്പിക്കാം. അതെന്തായാലും പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടി സ്കെൽറ്റൻ്റെ കിട്ടി. പക്ഷേ സോംബിൻ്റെ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒറ്റ ടൈമിൽ ഒരു മോബിൻ്റെ ഹെഡ് നമുക്ക് കിട്ടുള്ളൂ തോന്നുന്നുണ്ട്. സോംബിൻ്റെ കിട്ടിയില്ല, പക്ഷേ സ്കെൽറ്റൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വേറെ ക്രീപ്പറൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം നമുക്ക് ആ ഹെഡൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ എന്നെ കാണാൻ ഇതുപോലെ ഉണ്ട്. ഞാനൊരു സ്കെൽറ്റനായി മാറി. പക്ഷേ നമുക്ക് ഈ ഹെഡ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഇതിന്മേൽ നല്ല ഡാമേജ് നമുക്ക് എടുക്കും. നമുക്ക് നമ്മളെ ഹെൽമെറ്റ് തന്നെ വെക്കാം. ഇനി അടുത്ത ക്രീപ്പറിനെ നോക്കണം. അയ്യോ, ഇത്രയൊക്കെ ഇടിമിന്നൽ സാധാരണ ഉണ്ടാവലുണ്ടോ? ഞാൻ സാധാരണ തണ്ടർസ്റ്റോം വരുമ്പോൾ പോയി ഉറങ്ങും. അപ്പോൾ ഇത് കാണാനും നിൽക്കലില്ല. ഒരു ക്രീപ്പർ ഇതാണ്ട് പോണ്. അവനതിന് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വേറെ ഒരു ക്രീപ്പറും കൂടി ഉണ്ട്. ഇവൻ്റെ ഹെഡ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ആ ക്രീപ്പർ പൊട്ടി തെറിച്ചിട്ടുണ്ട് എന്തായാലും. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അവിടെ വേറെ ഹെഡൊന്നും കാണാനില്ല. നമുക്ക് തിരിഞ്ഞു ഓടാം. ഈ ഭാഗത്തൊക്കെ ക്രീപ്പർ നിൽക്കുന്നുണ്ട്.
എന്താ ഭാഗ്യത്തിന് ഇന്ന് ക്രീപ്പറിനെയും ഒക്കെ നല്ല രീതിക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവന്മാരൊന്നും കാണൂല. ഞാനൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കി കൊണ്ടിട്ടെ, നമുക്ക് ഇവന്മാരെ കത്തിച്ചുകൊണ്ട് ഓടിയാൽ മതി, നമ്മൾ അടുത്ത വെച്ച് പൊട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളതാണ്ട് മുന്നിലൊരു ക്രീപ്പർ നിൽക്കുന്നുണ്ട്, അവനെ ഒന്ന് നമുക്ക് ചാർജഡ് ക്രീപ്പർ ആക്കണം. അവനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മോബിൻ്റെ അടുത്ത് കൊണ്ടുപോയതിൻ്റെ ശേഷം ഇവൻ്റെ ഇട്ട് കിട്ടുമെന്നോ. അയ്യോ, അവൻ പൊട്ടി തെറിച്ച് എന്തെങ്കിലും കിട്ടിയാ. ഈ ഭാഗത്ത് വേറെ മോബൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഹെഡൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ക്രീപ്പറിനെ നോക്കണം. ഈ ഭാഗത്ത് വേറെ ക്രീപ്പറിനൊന്നും കാണാനില്ല. സോംബീസും സ്കെൽറ്റനൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ തന്നെ ഇങ്ങനെ നിന്ന് കറങ്ങിയിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് മേലേക്ക് പോയി നോക്കാം. അപ്പോൾ അടിയിൽ കുറച്ച് മോബ് സ്പോൺ ആയിക്കോളും, അപ്പോൾ അതിൽ ക്രീപ്പറൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങനെ മേലെ കറങ്ങി നിന്നതിന് ശേഷം മെല്ലെ താഴത്തേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ എന്തായാലും ക്രീപ്പറൊക്കെ സ്പോൺ ആവേണ്ടതാണ്, മിക്ക എല്ലാ മോബും സ്പോൺ ആവും. നല്ല രീതിക്ക് ഇടിമിന്നലുണ്ട്. ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം. ഈ ഭാഗത്ത് കുറേ മോബ് സ്പോൺ ആയിട്ടുണ്ട്, ക്രീപ്പറും കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാരൊന്ന് ഒപ്പിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരു ഹെഡ് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും സോംബിൻ്റെ ഹെഡും അതുപോലെ തന്നെ ക്രീപ്പറിൻ്റെ ഹെഡും കൂടി ഒപ്പിക്കാൻ പറ്റും. നമുക്ക് വീണ്ടും ഒരു ക്രീപ്പറിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവനൊന്ന് കറക്റ്റിന് നമുക്ക് ലൈറ്റ് ചെയ്യണം. അയ്യോ, എനിക്കും നല്ല രീതിക്ക് ഡാമേജ് എടുത്ത്. ഞാൻ തോന്നുന്നത് എലൈറ്റർ ഇട്ടുകൊണ്ടാണ് ഇത്ര തോന്നെ ഡാമേജ് എടുത്ത് തോന്നുന്നത്. ഞാൻ ഭാഗത്തേക്കൊന്ന് പോയി നോക്കട്ടെ ഏതെങ്കിലും മോബിൻ്റെ ഹെഡ് കിട്ടിക്കണമെന്ന്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രീപ്പർ നിൽക്കുന്നുണ്ടായിരുന്നു. കിട്ടി ക്രീപ്പറിൻ്റെ ഹെഡ് കിട്ടി. നമുക്ക് എന്തോ ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മേലേക്ക് കയറട്ടെ. അയ്യോ, കറക്റ്റിന് വെള്ളത്തിൽ പോയി വീണ്. ഒരു 3-4 ക്രീപ്പർ നമ്മളടുത്തുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോംബിൻ്റെ ഹെഡാണ് കിട്ടാനുള്ളത്. ക്രീപ്പറിന് നമുക്ക് എന്തായാലും ഇപ്പോൾ കിട്ടി. ഇവനും കൂടി ഒന്ന് ലൈറ്റിങ് ചെയ്യട്ടെ. അവന് അതിന് കിട്ടിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കത്തിച്ചു കൊടുക്കാം. അവിടെ എന്തായാലും പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമുക്ക് സോംബിൻ്റെ ഹെഡും കിട്ടിയിട്ടുണ്ട്. ഒരു ടൈമിൽ ഒന്നിൻ്റെ ഹെഡേ കിട്ടുള്ളൂ. കൂടുതൽ മോബ് ഒപ്പം നിൽക്കുന്നതിൻ്റെ അതിനനുസരിച്ച് ഹെഡ് കിട്ടുമൊന്നുമില്ല. രാവിലെ ആയി തുടങ്ങി തോന്നണ്. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി ഹെഡ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ക്രീപ്പർ ചത്തുപോയി, എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരു ക്രീപ്പർ ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് 3 മോബിൻ്റെ ഹെഡ് കിട്ടിയിട്ടുണ്ട്. അവനും ചത്തുപോയല്ല. ഇത് അടുത്തുനിന്ന് ഓവർ പവറാണോ? എനിക്ക് തോന്നുന്നു അടുത്തുനിന്ന് നല്ല പവർ ഉണ്ടാവും, അതുകൊണ്ടാണ് വിറ്റിങ്ങൾ ചത്തു പോകുന്നത് തോന്നുന്നത്. ഇനി വേറെ ഏതെങ്കിലും ക്രീപ്പറിനെ കിട്ടുമോ നോക്കട്ടെ. ഇപ്പം നമുക്ക് 3 ഹെഡ് കിട്ടി. ഏകദേശം രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 2-3 ക്രീപ്പറിനും കൂടി നമുക്ക് ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഭാഗത്ത് ഒന്ന് കയറി നോക്കട്ടെ. ഈ ഭാഗത്തൊരു ക്രീപ്പർ ഉണ്ട്, ഇവനൊന്ന് ഒപ്പിക്കട്ടെ. രാവിലെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മോബിനൊന്നും അധികം കിട്ടില്ല. അപ്പോൾ ഉള്ള ക്രീപ്പറിനെ നമുക്ക് ഒന്ന് പൂട്ടിയിടാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് നമ്മൾ ഷവളെടുത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു കുഴി കുത്തിയിടാൻ പറ്റുമോ നോക്കട്ടെ. എന്നിട്ട് അതിലാക്കി വെച്ചാൽ മതി ഇവന്മാരെ. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് എടുക്കാം. മഴ ഇപ്പോൾ നിന്നിട്ടില്ല, രാവിലെ ആയിട്ടും മഴ ഉണ്ട്. ഇവനെ ഈ കുഴിക്കകത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഈയോ, ഒരു വണ്ടത്തരം ചെയ്ത് അവനടുത്ത് പോയിക്കണ ബ്ലോക്ക് മാറ്റിയത്. എന്തൊരു ബ്ലോക്ക് അവിടെ പൊട്ടിച്ച ക്രീപ്പർ, കൂടെ എൻ്റെ ഹെൽത്തും. എന്തായാലും രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇടിമിന്നൽ നിൽക്കേണ്ടതാണ് കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞാൽ. അതിൻ്റെ അടുത്ത് ഇതൊരു സോംബി നിൽക്കണ്. ക്രീപ്പർ 3-4 പക്ഷേ രാവിലായി, മഴയൊക്കെ നിന്ന്. ഇനി വല്ല കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്കെന്തായാലും ഇപ്പോൾ 3 ഹെഡ് കിട്ടിയിട്ടുണ്ട്. ഒരു സോംബിൻ്റെയും അതുപോലെ തന്നെ ക്രീപ്പറിൻ്റെയും സ്കെൽറ്റൻ്റെയും കിട്ടിയിട്ടുണ്ട്. 3 ഹെഡ് കിട്ടി. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിട്ട് നിന്നാലും ഡാമേജ് എടുക്കും. ഇതിനെന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഈ നോട്ട് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഈ മോബിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഏത് മോബിൻ്റെ ഹെഡാണെന്ന് വെച്ചാൽ അതിൻ്റെ മേലേക്ക് വെച്ചതിന് ശേഷം ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുണ്ടാക്കും. ഇപ്പോൾ ഇത് സോംബി ആയതുകൊണ്ടാണ് സോംബിൻ്റെ വെച്ച് ഉണ്ടാക്കണത്. നമുക്ക് ക്രീപ്പറിൻ്റെ വെച്ച് കൊടുത്താൽ ക്രീപ്പർ പൊട്ടി തെറിക്കണ ആ ഒരു സൗണ്ട്
ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കും. ആ ലൈറ്റ് ചെയ്തിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. നമുക്കെന്തെങ്കിലും പ്രാങ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇത് യൂസ് ആവും. ഇനി നമ്മൾ സ്കെൽറ്റൻ്റെ ഹെഡ് വെച്ചാൽ ആ ഒരു ബോണിൻ്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. ഇതിന് പ്രത്യേകിച്ച് വേറെ സൗണ്ടൊന്നുമില്ല. സംഭവം ഒരു രസമാണ്. നമുക്കെന്തായാലും ഹെഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാം. എന്തെങ്കിലും ബിൽഡും കാര്യങ്ങളൊക്കെ യൂസ് ആവും. ബിൽഡിനെ അധികം വെക്കാൻ പോകണില്ല, നമുക്ക് റയറായിട്ട് കിട്ടിയാണ് ഇതൊക്കെ എന്തായാലും നമുക്ക് വീട്ടിലത്തെ പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് റയർ സംഭവങ്ങൾ വെക്കണ ഈ പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഇതിൽ തന്നെയാണ് ഹെഡും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രൈഡൻറ്റ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തന്നെ ഈ ബിൽഡ് ഒന്ന് ചെയ്ത് തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അകത്തും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ആർമർ സ്റ്റാൻഡ് നമ്മൾ അകത്ത് വെച്ചിട്ടുണ്ട്, അതിൽ പിന്നെ ആർമറും കാര്യങ്ങളും ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഫൈനൽ ഔട്ടായിട്ട് വരുന്നത്. കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ വന്നിട്ട് ഇനി എൻചാൻറ്റിങ് ചെയ്തെടുക്കാനൊക്കെ പറ്റും ഐറ്റംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്തത്. ഈ എപ്പിസോഡ് കുറച്ച് ലോങ് വീഡിയോ ആവും, കാരണം നമ്മൾ ഇതിൽ നിന്ന് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലോങ് ആണ് വീഡിയോ. അപ്പോൾ ബിൽഡും കാര്യങ്ങളൊക്കെ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.